തിയേറ്ററിൽ വെച്ച് കളങ്ങിപ്പോയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. ഏറ്റുമാനൂർ UGM തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ കാണക്കാരി വടക്കേക്കര വീട്ടിൽ സന്ധ്യ പ്രകാശിന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. തിയേറ്ററിൽ വെച്ച് മാല നഷ്ടപ്പെട്ട വിവരം സന്ധ്യ ഏറ്റുമാനൂർ പോലീസിൽ അറിയിച്ചിരുന്നു. പോലീസ് തിയേറ്റർ അധികൃതരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് തിയേറ്ററിലെ സൂപ്പർവൈസറായ മുരളി നടത്തിയ അന്വേഷണത്തിൽ ശുചീകരണ തൊഴിലാളിക്ക് മാല ലഭിച്ചതായി കണ്ടെത്തി. തുടർന്ന് മുരളി മാലയുമായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ AS അൻസലിന്റെ സാന്നിധ്യത്തിൽ മാല സന്ധ്യയ്ക്ക് കൈമാറി. ഞാൻ UGM തിയേറ്ററിലെ സ്റ്റാഫാണ്. അവിടെ സിനിമ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു ഒരു മാല കിട്ടുന്നു. മാല പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നമ്മൾ വിവരം അറിയിച്ചു. ഇങ്ങനൊരു മാല കിട്ടിയിട്ടുണ്ട്. അത് മാല കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അവതരിപ്പിച്ചു. അപ്പം അത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആ കക്ഷിയെ വിളിപ്പിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സാധനം കൊണ്ട് വന്നതാണ്. ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് തിയേറ്റർ ജീവനക്കാരെയും തൊഴിലാളികളെയും SHO AS അൻസൽ അഭിനന്ദിച്ചു. ചെയിൻ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ തിയേറ്ററിലെ ഒരു പൊതുപ്രവർത്തകനും തിയേറ്ററിലെ സ്റ്റാഫുമായിട്ടുള്ള മുരളിച്ചേട്ടനാണ് കിട്ടിയത്. മുരളിച്ചേട്ടനപ്പം വളരെ സത്യസന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും പിന്നെ ഇവരെ പരാതി പോലീസ് സ്റ്റേഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെ വിളിച്ചു വരുത്തി മുരളിച്ചേട്ടൻ അത് നല്ല മനസ്സോടുകൂടി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ഞങ്ങൾ പോലീസിനെ നന്ദി അറിയിക്കുകയും ഇത് സൊസൈറ്റിക്ക് ഒരു പ്രചോദനമായിട്ട് എന്ന് ആശംസിക്കുന്നു. മാല തിരികെ ലഭിച്ചതിൽ സന്ധ്യ സൂപ്പർവൈസർ മുരളിയോട് നന്ദി അറിയിച്ചു. ഞങ്ങൾ ഇന്നലെ ഓണാവധിയായിട്ട് പ്രമാണിച്ച് സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3/4 പവൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് നഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ രാവിലെ സ്റ്റേഷനിൽ വന്ന് പരാതി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കുകയും പിന്നെ വീട്ടിൽ ചെല്ലുന്നതിനിപ്പോൾ എനിക്ക് കോൾ വന്നു ഇത് സാധനം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് എനിക്ക് കൈമാറി തന്ന മുരളിച്ചേട്ടൻ എൻ്റെ വളരെ നന്ദി അറിയിക്കുന്നു. i4E ന്യൂസ് ഏറ്റുമാനൂർ.